കറുത്ത പർദ്ദ ധരിച്ചു, ഊരിയ കത്തിയും കയ്യിൽ പിടിച്ചു. അവൻ ആ വീടിനെ ലക്ഷ്യമാക്കി നടന്നു. അവന്റെ മനസ്സ് മുഴുവനും അവളോടുള്ള കത്തി എരിയുന്ന പകയായിരുന്നു. അതെ, അവൻ എല്ലാം ഉറപ്പിച്ചു തന്നെയായിരുന്നു. അവളുടെ ജീവൻ എടുക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ അവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അവളോടൊപ്പമുള്ള പ്രണയത്തിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. തന്നോടൊപ്പമല്ലാതെ അവൾ ജീവിക്കേണ്ട എന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ വീട്ടിന് മുന്നിലെത്തിയ അവൻ നേരെ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു. അവൾ വാതിൽ തുറക്കുമെന്നായിരുന്നു അവൻ കരുതിയത്. പക്ഷെ അവിടെ വാതിൽ തുറന്നത് അവളുടെ അച്ഛനായിരുന്നു. വാതിൽ തുറന്ന അച്ഛനെ കണ്ടതും അവൻ ഊരിയ കത്തിയുമായി നേരെ വീട്ടിനുള്ളിലേക്ക് കുതിച്ചു. അവിടെ എവിടെയും അവൻ അവളെ കണ്ടില്ല. അങ്ങനെ അവന്റെ മുന്നിൽപ്പെട്ട അവളുടെ സഹോദരനെ അവൻ അങ്ങ് ആ കത്തി കൊണ്ട് കുത്തി. അവന്റെ കത്തിയുടെ മൂർച്ച അറിഞ്ഞു പിടഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ മകനെ കണ്ട് ഓടി വന്ന അച്ഛനെയും അവൻ കുത്തി. അവന്റെ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്ത് ആ അച്ഛനെ തലയിലൂടെ ഒഴിച്ചു. കുത്തേറ്റ ആ സഹോദരൻ വീട്ടിൽ നിന്ന് പിടഞ്ഞു റോട്ടിലേക്ക് പോയി. അങ്ങനെ ആ റോട്ടിൽ ബോധരഹിതനായി വീണു. ഇതെല്ലാം കണ്ട് ആ അച്ഛനെയും സഹോദരനെയും കുത്തിയ അവൻ ഒന്നും കാത്തു നിന്നില്ല. ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി. റോഡിന് ദൂരെ നിർത്തിയിട്ട് അവന്റെ കാറിനെ ലക്ഷ്യമാക്കിയായിരുന്നു ആ ഓട്ടം. അങ്ങനെ ഓടി അവൻ ആ കാറിൽ ചാടിക്കയറി. തൊട്ടടുത്തുള്ള കടപ്പക്കട റെയിൽവേ പാളം ലക്ഷ്യമാക്കി അവന്റെ കാർ കുതിച്ചു. അതെ, അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഇനി ജീവിച്ചിരുന്നാൽ 2 ജീവനുകൾക്ക് താൻ മറുപടി പറയേണ്ടി വരും. തന്നെ കല്ലെറിയാൻ പോകുന്ന ഈ സമൂഹത്തെ താൻ ഫേസ് ചെയ്യേണ്ടി വരും. അതിനും ഭേദം ജീവൻ എടുക്കുന്നതാണെന്ന്. അങ്ങനെ റെയിൽവേ പാളത്തിനടുത്തെത്തി റെയിൽവേ പാളത്തിന് സമീപം അവന്റെ കാർ പാർക്ക് ചെയ്തു. അപ്പോഴേക്കും ആ പാളത്തിനെ ലക്ഷ്യമാക്കി ഒരു ട്രെയിൻ കുതിച്ചു വരുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും അവൻ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ആ റെയിൽവേ പാളത്തിലേക്ക് എടുത്തു ചാടി. കുതിച്ചു വരുന്ന ട്രെയിനിന്റെ മുന്നിൽപ്പെട്ട അവന്റെ ശരീരം 4 ഭാഗത്തേക്കും ചിന്നിച്ചിതറി. ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല. ഇന്നലെ രാത്രി തേജസ് രാജ് എന്ന് പറയുന്ന യുവാവിന്റെ കത്തിക്കിരയായ ഫെബിൻ ജോർജ് എന്ന് പറയുന്ന കൊച്ചു പയ്യനെ കുറിച്ചാണ്. ഇന്ന് രാവിലെ കേരളം ഉണരുന്നത് തന്നെ ഈ പയ്യന്റെ കൊലപാതക വാർത്ത അറിഞ്ഞിട്ടാണ്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഈ വാർത്ത കേട്ടിട്ട് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടായില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനത്തെ വാർത്തകൾ തന്നെയല്ലേ കേൾക്കുന്നത്. നമ്മുടെ സലീം കുമാർ പറയുന്ന പോലെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ഞെട്ടാൻ എനിക്ക് വട്ടൊന്നുമില്ലല്ലോ എന്ന ഡയലോഗാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത്. എനിവേ, തേജസ് രാജിന്റെ കത്തിയിൽ നിന്നും കുത്തേറ്റ ഫെബിൻ സംഭവ സ്ഥലത്ത് നിന്നും ഉടനെ തന്നെ മരിച്ചു. അച്ഛനായിട്ടുള്ള ജോർജ് കോമസ് ഇപ്പൊ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ഫെബിൻ ആണെങ്കിൽ കുത്തേറ്റിട്ടുള്ളത് വാരിയെല്ലിനും ഷോൾഡറിനും പിന്നെ കൈക്കുമാണ്. അതേപോലെ തന്നെ അച്ഛനായിട്ടുള്ള ജോർജ് ഗോമസിനും കുത്തിയിട്ടിട്ടുള്ളത് വാരിയെല്ലിനും കൈക്കുമാണ്. അതായത് ഒരേ പാറ്റേണിലാണ് 2 പേരെയും തേജസ് കുത്തിയിട്ടുള്ളത്. എന്തായാലും ഫെബിനെ കുത്തിയത് ആഴത്തിലുള്ള കുത്തായതുകൊണ്ട് തന്നെ ഫെബിനെ രക്ഷിക്കാനായിട്ടില്ല. അച്ഛന്റെ കാര്യം പറയാറായിട്ടില്ല, തിരിച്ചു വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എന്തായാലും ഫെബിന്റെ സഹോദരിയെ കുത്താനായിട്ടായിരുന്നു തേജസ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ കുത്തിയത് ഫെബിനെയാണെന്ന് മാത്രം. ഈ പറയുന്ന തേജസും ഫെബിന്റെ സഹോദരിയും തമ്മിൽ കുറച്ച് കാലങ്ങളായി പ്രണയത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 2 പേരും ഏതോ കോച്ചിങ് സെന്ററിൽ വെച്ചുള്ള പരിചയമാണ്. ആ പരിചയം വളർന്നു പിന്നീട് പ്രണയത്തിലായി. ആ പ്രണയം വിവാഹം വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഫെബിന്റെ സഹോദരിക്ക് ഫെഡറൽ ബാങ്കിൽ ഒരു ജോലി ലഭിക്കുന്നത്. അതിനുശേഷം ആ പ്രണയത്തിൽ നിന്നും അവൾ പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇനി യഥാർത്ഥത്തിൽ ജോലി കിട്ടിയിട്ട് പിന്തിരിഞ്ഞതാണോ അത് ഇവന്റെ ടോക്സിക് ക്യാരക്ടർ മനസ്സിലാക്കി പിന്തിരിഞ്ഞതാണോ എന്ന് അറിയില്ല കേട്ടോ. ഈ 2 പേര് കുത്തിയതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല ഇവന്റെ സ്വഭാവം എത്രത്തോളാണെന്നുള്ളത്, ഇവൻ എത്രത്തോളം മനസ്സിൽ പക കൊണ്ട് നടക്കുന്നവനാണെന്നുള്ളത്. എന്തായാലും ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവൾക്ക് ജോലി കിട്ടിയതിനു ശേഷം അവൾ പ്രണയത്തിൽ നിന്നും പിന്തിരിഞ്ഞു എന്നുള്ളതാണ്. എന്തായാലും പ്രണയത്തിൽ നിന്നും പിന്തിരിഞ്ഞ അവളെ അവൻ വെറുതെ വിട്ടില്ല. നിരന്തരമായി പിന്നാലെ നടന്നു അവളോട് പ്രണയത്തിലേക്ക് തിരിച്ചു വരാൻ അവൻ ആവശ്യപ്പെട്ടു. അവൾ ഒരുക്കമല്ലാതായിട്ടും അവൻ വീണ്ടും പിന്നാലെ നടന്നു. അവസാനം അവൾ അവളുടെ വീട്ടുകാരെ ഈ കാര്യം അറിയിച്ചു. അങ്ങനെ അവളുടെ വീട്ടുകാരും തേജസിനെ നന്നായി വിലക്കി. അതോടെ തേജസിന് കാര്യം മനസ്സിലായി, അവൾ ഇനി തനിക്ക് കിട്ടില്ല എന്ന്. അങ്ങനെയാണ് തേജസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അവളെ തീർക്കാനായി വന്ന തേജസ് അബദ്ധവശാൽ ഫെബിനെ കുത്തിയതാണെന്നും പറയുന്നുണ്ട്. അതല്ല, അവളോടുള്ള പ്രണയത്തെ എതിർത്തതിന്, അവളുടെ പിന്നാലെ നടന്നതിനെ വിലക്കിയതിന് മനഃപൂർവ്വം കുത്തിയതാണെന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അതിന് മറുപടി പറയാൻ ഇപ്പൊ തേജസ് ഇവിടെ ഈ ലോകത്തില്ലല്ലോ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഫെബിനെയും ഫെബിന്റെ അച്ഛനെയും ഹോസ്പിറ്റലിലാക്കിയ സമയത്ത് ഫെബിന്റെ അമ്മ ചില കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ആരോ റെക്കോർഡ് ചെയ്തതാണത്. നമുക്ക് എന്തായാലും അതൊന്ന് കേട്ടോക്കാം. ബൈക്കിൽ വന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നതല്ലാതെ ആരും ഒന്നും ഇറങ്ങി വന്നില്ല. അപ്പോഴത്തേക്കും ബ്ലഡ് ഇങ്ങനെ വെള്ളം പോലെ ഒഴുകി അവർ ഓടി വന്ന് വീണ്. അപ്പൊ ജോലി പറഞ്ഞ് എനിക്കും കുത്തുണ്ടെന്ന്. ഓട്ടോയ്ക്കകത്ത് കൊണ്ടുവന്നപ്പോൾ തന്നെ അവന് അനക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് വയ്യ, എന്റെ കൊച്ചിന് വല്ലതും പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു. പർദ്ദ ഇട്ടാ വന്നത്, മുഖം കണ്ട് ഒരു വെളുത്തൊരു ചെറുക്കനാ അവൻ കൂസലില്ലാതെ നടന്നങ്ങ് പോയി. അപ്പോഴത്തേക്ക് അപ്പൊ വീട് അവൻ നടന്നു പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് 2 ബൈക്കാരന്മാർക്ക് പറഞ്ഞപ്പോ അവരെല്ലാരും സ്വരക്ഷയല്ലേ നോക്കത്തുള്ളൂ. അപ്പോൾ ആ ജോലി അകത്താണ്. എന്ത് പറഞ്ഞ അവൻ വീട്ടിൽ വന്നേ? ഒന്നും അയാൾ സംസാരിച്ചില്ല. കോളിംഗ് ബെൽ അടിച്ചു. ഇതേ കണക്ക്
കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഞങ്ങൾ തുറന്ന് അങ്ങനെ പട്ടിയെ തുറന്ന് വിട്ടേക്ക് എപ്പോഴും. പക്ഷെ അന്ന് അപ്പോഴെന്തോ ഒരു എൻ്റെ കസിൻ വന്നുകൊണ്ട് ഞങ്ങൾ കൂട്ടിലോട്ടാക്കിയതാണ്. അന്നേരം പിന്നെ കോളിംഗ് ബെൽ അടിച്ചിട്ട് അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കഥവ് തുറന്നു. പറഞ്ഞിട്ടെന്ന് ചോദിച്ചു എന്താന്ന് ചോദിച്ച് ഞാൻ അകത്തിരിക്കുമായിരുന്നു. അന്നേരം കാണാൻ ഇയാൾ ചാടി അകത്തോട്ട് അങ്ങ് കയറുക. ഇയാളാന്ന് പറഞ്ഞാൽ മുഖം കണ്ടോണ്ടാ എനിക്ക് പിന്നെ ഇയാളാന്ന് കയറുന്നു. അന്നേരം ഇയാൾ എന്തോ വെള്ളം ഇങ്ങനെ ഒഴിക്കുന്നു. പെട്രോൾ എന്തോ സ്മെല്ലുണ്ടായിരുന്നു. പെട്രോൾ എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എൻ്റെ മോൻ ഓടി വന്ന് ഞാൻ ഇച്ചിരി ആടിച്ചിരി എൻ്റെ മോന് വല്ലതും പറ്റിയോ? അത് അവനെ കൊണ്ടുവന്നപ്പോഴേ അനക്കൊന്നും ഇല്ലായിരുന്നു. ഇത്രയും പേരൊക്കെ കാണുന്നു. പാവമല്ലേ? ആ അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഇവിടെ ഒരു വിങ്ങല് പോലെ. അവസാനം ആ അമ്മ ചോദിച്ചത് കേട്ടില്ല, എന്റെ മോൻ എന്തെങ്കിലും പറ്റിയോ എന്നുള്ളത്. എന്തായാലും നമ്മൾ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അമ്മ പറയുന്നത്. ഇവിടെ അപ്പു എന്നുള്ളത് ഫെബിന്റെ വിളിപ്പേരാണ് കേട്ടോ. ജോജി എന്നുള്ളത് അച്ഛന്റെ വിളിപ്പേരാണ്. എന്തായാലും ഒരു പ്രണയപ്പകയിൽ ഇവിടെ ഇല്ലാതായത് 2 ജീവനുകളാണ് അല്ലെ. ഇനി ഇവിടെ മരിച്ചുപോയ ഫെബിനെ കുറിച്ചും ഫെബിന്റെ ഫാമിലിയെയും കുറിച്ചും അയൽവാസികളായിട്ടുള്ള ഒരാൾ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അവർക്ക് പറയാൻ എന്താണെന്നുള്ളതൊന്ന് കേട്ടോക്കാം. കുറേ നാളായിട്ട് കൃഷി അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗനവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് എംപ്ലോയ്മെന്റിന് ഏതോ ഒരു ജോലി കഴിഞ്ഞ ആഴ്ച അങ്ങോട്ടായി എന്ന് ഇപ്പോഴാണ് ഞാൻ ആദ്യം വീട്ടുകാർ വന്നപ്പോഴാണ്. നിലവിളി അവർ അച്ഛനും അമ്മയും നിലവിളി കേട്ടോണ്ടാണെന്നല്ലോ ഇറങ്ങി വരുന്നത്. ഇവിടെ തൊട്ടടുത്തല്ലേ വീട്. ഞാൻ സിറ്റൗട്ട് ചെയ്യുന്നപ്പോൾ നിലവിളി കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവര് കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഈ അച്ചായൻ ഈ കൈയുടെ ഈ ഭാഗത്തെ ബ്ലഡ്, അച്ഛനും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ദേഹത്ത് മൊത്തം ബ്ലഡായിട്ട് അച്ഛനും ഓടി വരുന്നു, ഈ അമ്മാമ്മയും ഓടി വരുന്നുണ്ട്. അയ്യോ എൻ്റെ മോനാന്നേ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോഴാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത്. അപ്പോൾ പയ്യൻ കിടക്കുകയാണ് റോഡിൽ ഈ മതിലിന്റെ അങ്ങേറ്റത്ത് മൂടി. ആരാണ് പയ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ആരായാലും അങ്ങനെയല്ലേ ചെയ്യുന്നത്. ഒരു ഫെബിന്റെ വീട്ടിൽ അച്ഛനും അമ്മയും പയ്യനും മാത്രമേ ഉള്ളൂ. ഒരു സഹോദരി ഉണ്ട്. സഹോദരി ഇപ്പം ഇല്ല. അവർ കോഴിക്കോട് ഫെഡറൽ ബാങ്കിൽ വർക്ക് ചെയ്യാണ്. അവരിപ്പോൾ ഇല്ല, അവിടെ താമസിക്കും. അവർ 4 പേരേ ഉള്ളൂ. ഓക്കെ. ഫെബിന്റെ സഹോദരി, അതായത് കൊല്ലാൻ വന്ന തേജസിന്റെ മുൻ കാമുകി ഇപ്പൊ വീട്ടിലില്ല, കോഴിക്കോട് ജോലിക്ക് പോയതാണ് എന്നുള്ളതാണ് അയൽവാസി പറയുന്നത് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. അവല്ല കോഴിക്കോടാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ തേജസ് അങ്ങോട്ട് പോയത്? അത് തേജസ് അറിയാൻ സാധ്യത ഉണ്ടാവില്ലേ? കാരണം ഇപ്പോൾ അവളുടെ പിന്നാലെ നടക്കുന്ന ആളല്ലേ ഈ തേജസ് എന്ന് പറയുന്നത്. ഇനി അതല്ല, അവൾ അവിടെ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അവളുടെ വീട്ടുകാരെ വക വരുത്താനായിട്ടാണ് അവൻ അവിടെ പോയത്. എന്തായാലും അതൊരു ദുരൂഹത തന്നെയാണ് അല്ലെ. ബാക്കി കേട്ടോക്കാം. മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഇങ്ങനെ കൊലപാതകത്തിന് നയിക്കുന്ന ഒരു വിവരവും നമുക്ക് നാട്ടുകാർക്കെല്ലാം അതിശയമായത് ഇത് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു ഇഷ്യൂ ആരുമായിട്ടും ഇല്ല. ഇവരുടെ അച്ഛന്റെ അമ്മയുടെ പയ്യന്റെ ഒരു ഒച്ച പോലും ഇത്രയും വലിയൊരു വൈരാഗ്യത്തിലേക്ക് എത്താനുള്ള അതാണ് ഞങ്ങളും ആലോചിക്കുന്നത്. എന്താ ഈ ഒരു വൈരാഗ്യത്തിലോട്ട് എത്താൻ വേണ്ടി അവന്റെ പൊളിറ്റിക്സ് ഇല്ല, അവനെ ലഹരി ഉപയോഗിക്കത്തില്ല, അവൻ ജോലി ചെയ്യുന്നു, പഠിക്കുന്നു. ഇപ്പോൾ ഒരു ബുള്ളറ്റൊക്കെ ഒരു 5-6 മാസം മുൻപ് എടുത്തിരുന്നു. അപ്പോൾ വീട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നതൊക്കെ അതിന്റെ ബാധ്യതയൊക്കെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജീവിച്ചു പോകുന്നവരാണ്. ആത്മഹത്യ തേജസ് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു. കരുനാപ്പള്ളി സ്വദേശിയാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തെങ്കിലും ഒന്നും അറിയത്തില്ല. പറയുന്നു ഇത് ചെയ്ത ആളാണ്, അത് ആത്മഹത്യ ചെയ്തു. ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ അറിവേ ഉള്ളൂ. നമുക്ക് അതിനെ പറ്റി ഒന്നും അറിയാതെ നമ്മൾ പറയുന്നത് ശരിയല്ല. അത്രയാണ്. എന്തോ ഇല്ലല്ല, കണ്ടില്ലല്ലോ. കാർ ഇവിടെ വന്നില്ലല്ലോ. കാർ ദൂരെ കണ്ട് നിർത്തിയിരുന്നാ പറയുന്നത്. കാറൊന്നും ഇവിടെ വന്നില്ലല്ലോ. നടന്ന ആൾക്കാർ വരുന്നു അന്ന് പറയുന്നു. നമുക്കറിയത്തില്ലല്ലോ എന്ന് പറയുന്നേ ഉള്ളൂ. ഞാനൊന്നും കണ്ടില്ലല്ലോ. കാണാൻ നമ്മൾ എന്താ പറയുന്നത്. എന്റെ പേര് രാമചന്ദ്രൻ നായർ. ഓക്കെ. അപ്പൊ ഈ രാമചന്ദ്രൻ നായർ പറഞ്ഞതനുസരിച്ച് ഫെബിൻ നല്ലൊരു പയ്യനായിരുന്നു അല്ലെ. ഒരു ദുശീലങ്ങളും ഇല്ലാത്തൊരു പയ്യനായിരുന്നു. ഒരു കുടുംബത്തിന് പ്രതീക്ഷയായിരുന്നു. അവനിലായിരുന്നു ആ കുടുംബം എല്ലാം കണ്ടത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിന് പ്രതീക്ഷയാണ് പ്രണയപ്പകയുടെ കത്തിക്ക് മുന്നിൽ ഇല്ലാതായത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇങ്ങനെ ഇപ്പൊ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഈ വാർത്തകൾക്കൊക്കെ താഴെ പലതരത്തിലുള്ള കമന്റുകളും വരുന്നുണ്ട്. അതിൽ ചില കമന്റുകൾ ഫെബിന്റെ സഹോദരിയെ കുറ്റപ്പെടുത്തിയിട്ടും വരുന്നുണ്ട് കേട്ടോ. അവൾ അവനെ തേച്ചിട്ട് പോയത് കൊണ്ടല്ല എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെയുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചുതരാം. പണവും പദവിയും കിട്ടിയപ്പോൾ അവൾ ഒഴിവാക്കി. നഷ്ടപ്പെട്ടത് 2 ജീവൻ. ഇനിയിപ്പോ കുറെ പേരും കേരളത്തെയും സർക്കാരിനെയും ഒക്കെ കുറ്റം പറയാൻ, പ്രത്യേകിച്ച് കൊല്ലത്തെ. ഈ ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് നടക്കുന്നത്. എല്ലാം നമ്മുടെ സ്വാർത്ഥത കൊണ്ട് എന്ന് മനസ്സിലാക്കൂ. ശരി, അവളവൻ ഒഴിവാക്കിയെന്ന് കരുതി 2 ജീവൻ എടുക്കാനുള്ള അവകാശം അവനുണ്ടോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാം. ഇതൊന്നും അതിനൊരു ന്യായീകരണമല്ല. അവൻ കൊന്നിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ അവൾ അവനെ ഒഴിവാക്കിയത് ഒരു കാരണമാക്കി എടുക്കരുത് ദയവ് ചെയ്തിട്ട്. അല്ല, ഇവിടെ കാലങ്ങളോളം അയാളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പ് പല പെൺകുട്ടികളും ഇങ്ങനെ കൊല്ലപ്പെട്ടപ്പോഴും കൊന്നവനെ ന്യായീകരിക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടേത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ അവസാനമായി പറഞ്ഞത് ഇനി കൊല്ലത്തെ ആരും കുറ്റം പറഞ്ഞു വരണ്ട എന്നുള്ളത്.
ചിലപ്പോൾ ഒരു കൊല്ലംകാരനായതുകൊണ്ടാകാം ഇങ്ങനെ ഒരു കമന്റ് ഇട്ടത്. പിന്നെ നിരന്തരമായ ഒരു സംസ്ഥാനത്ത് നിന്നും ഒരുപാട് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനത്തെ ആൾക്കാർ കുറ്റം പറയുമല്ലോ. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അത് മാറണമെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് കാലത്തേക്ക് കൊല്ലത്ത് നിന്നും ഒരു ന്യൂസും വരാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞെന്നുള്ളത് കേട്ടോ. എന്തായാലും ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ നഷ്ടം ഫെബിന്റെ കുടുംബത്തിന് മാത്രമാണ്. എന്തായാലും ഫെബിൻ പോയി. ഇനി ഫെബിന്റെ അച്ഛന് റിക്കവർ ആയി വന്നാലും കുറച്ച് നാളത്തേക്ക് ഇനി റെസ്റ്റ് എടുക്കേണ്ടി വരും. ഭാരപ്പെട്ട ജോലികളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കുടുംബം ഇനിയും ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ കിടക്കാണ്. ഇനി ഇവരെ കൊന്നവനാണെങ്കിലോ അതിന് മറുപടി പോലും പറയാൻ നിൽക്കാതെ ഈ ലോകത്ത് നിന്നും അവന് ജീവൻ എടുക്കുകയും ചെയ്തു. എന്തായാലും എല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കെട്ട് ഫെബിന്റെ കുടുംബത്തിന് ഉണ്ടാവട്ടെ. അത്രമാത്രം ഈ സാഹചര്യത്തിൽ ഞാൻ പറയുന്നുള്ളൂ. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.